ഗൈസ്, ഇറ്റ്സ് മീ സാനിയ. വെൽക്കം ബാക്ക് ടു സാനിയ ടോക്കീസ്. നമ്മളിന്ന് ന്യൂസിലാൻഡിലെ സ്നോ മൗണ്ടൻ കാണാൻ വന്നു കൊടുക്കുകയാണ്. മൗണ്ട് റുവാപേഹോ. ഹലോ ഗൈസ്, ഞാൻ വന്നേക്കുന്നത് ഗൈസ്, സ്നോ മൗണ്ടൻ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞാൽ പീക്ക് ടൈം ജൂലൈ മിഡ് തൊട്ട് ഓഗസ്റ്റ് മിഡ് വരെയാണ്. അല്ലാത്ത ടൈമിൽ ഇത്രയും സ്നോ ഉണ്ടാവില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഉണ്ട്, ഐ മീൻ സൺലൈറ്റ് ഉണ്ട്. അതുകൊണ്ടായിരുന്നു നമുക്ക് തണുപ്പ് അത്ര തോന്നാത്തത്. എന്നാലും തണവുണ്ട്, സഹിക്കബിളാണ്, നമുക്ക് സഹിക്കാം. ാണ് ഗൈസ്. എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സീരിയസ് ആയിട്ടും എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സ്നോ മൗണ്ടെയിൻ വിസിറ്റാണ്. ഇവിടെ വിഷ്ണു 3-4 വട്ടം ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഞാൻ ന്യൂസിലാൻഡിൽ വന്ന ടൈമിൽ എൻ്റെ അച്ഛനും അനിയത്തിമാരും കാശ്മീർ പോയി. അങ്ങനെ അവർ സ്നോ മൗണ്ടെയിൻ കണ്ട പിക്സൊക്കെ അയച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ, ദൈവമേ ഞാൻ മാത്രം കണ്ടിട്ടില്ലല്ലോ, ആ ഒരു വിഷമമായിരുന്നു. പക്ഷെ ഇന്ന് സീൻ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, ആ ഒരു വ്യൂവിൻ്റെ ആ ഒരു ഭംഗി. ഇവിടെ ഒരുപാട് സ്നോയിലുള്ള ആക്ടിവിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേൾഡ് ക്ലാസ് സ്കൈയിങ്, സ്കൈ വാക്ക്, കൊണ്ടോള, ആൽപൈൻ ഹൈക്സ്, ഒരുപാട് ഹൈക്കിംഗ് ആക്ടിവിറ്റീസ്, പിന്നെ സ്കേറ്റിംഗ്, അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്, അതായത് ഫസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇതൊരു കിടുക്കാച്ചി സംഭവമാണ്. എനിക്ക് ഇവിടുത്തെ വിഷ്വൽസ് എൻ്റെ അമ്മേ കിട്ടുമായിരുന്നു. ഇപ്പോൾ കൂടി ഓർക്കുമ്പോൾ എനിക്ക് കൊതിയാവും. സത്യം പറഞ്ഞാൽ എനിക്ക് സ്നോ മൗണ്ടനിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ക്ലൈമറ്റ് വൈസും അത്ര കിടുമായിരുന്നു. നമുക്കിനി താഴെ പോയിട്ട് ഇങ്ങനെ സ്കേറ്റിംഗ് ആ വക പരിപാടികളൊക്കെ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ത്രൂ ലിഫ്റ്റ് വഴിക്കാണ് പോകേണ്ടത്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം. എന്താ ഇവിടെ നിക്കണേ? എന്താ പണ്ടൊക്കെ ഇങ്ങോട്ടേ പോവായിരുന്നു. ഇപ്പൊ എന്താ പരിപാടി? എന്ത് ചെയ്യണം? ഓ, അത് നമ്മളിവിടെ വന്നു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഇത് ചെയ്യുന്നവർക്ക് അങ്ങോട്ടേക്ക് എൻട്രൻസ് ഉള്ളൂ. നമ്മളിതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് മഞ്ഞ് വാരി കളിക്കാം, അതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പം അത് അന്വേഷിക്കാൻ വേണ്ടി റിസർച്ചായിട്ടും പോയിട്ടുണ്ട്. ഞാനും വിഷ്ണു മാത്രമല്ല കേട്ടോ, നമ്മുടെ ഒരു ഫാമിലി, ലൈക്ക് ഇവിടുത്തെ ഫാമിലി പോലെ തന്നെ വിഷ്ണുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ചേട്ടൻ അത് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. നമുക്കെന്തായാലും ജസ്റ്റ് ഇവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യണം. ടച്ച് വുഡ്, നല്ല ക്ലൈമറ്റാണ്, സൂര്യപ്രകാശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒട്ടും തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. അത് ഭയങ്കര അടിപൊളിയാണ്. അല്ലെങ്കിൽ നമുക്ക് തണുത്ത് വരച്ച് നിൽക്കാൻ പറ്റില്ല. എനിക്ക് വീട്ടിൽ തന്നെ ഹീറ്ററില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ആളാണ്. പക്ഷെ ഇത് ക്ലൈമറ്റ്, സെറ്റ് ക്ലൈമറ്റ് അടിപൊളി. അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്, മൂഞ്ചിപ്പോയി. നമുക്ക് വേറെ വല്ലയിടത്തും മഞ്ഞ് വാരി എറിഞ്ഞ് കളിക്കേണ്ടി വരും. എന്തോ കാർഡുണ്ടെന്ന്, ഈ സ്കേറ്റ് ചെയ്യുന്നവർക്കൊക്കെ എന്തോ നമ്മൾ പാസോ എന്തോ കാർഡ് എടുക്കണം. നമ്മളെന്തായാലും അത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെതായ ഷൂസും വടിയും കോലും അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ നമുക്ക് തരും. അങ്ങനെ എന്തോ പരിപാടിയാണ്. ഇവിടെ നല്ല ബഹളമായതുകൊണ്ട് എൻ്റെ വോയിസ് കേൾക്കുന്നില്ല.
സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് വരണമെങ്കിൽ വേറെ ടിക്കറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങോട്ടേക്ക് ഞാനും വിഷ്ണു മാത്രം വന്നു, ബാക്കി ആരും വന്നില്ല കേട്ടോ. എനിക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഞാൻ കണ്ടിട്ടില്ലല്ലോ. കണ്ടോ സ്നോമാനൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കണം. ഇവിടെ പല സ്ഥലത്തും ഇങ്ങനെ കുഞ്ഞു പിള്ളേർ സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിക്കണത് ഞാൻ കണ്ടു കേട്ടോ. ഇതേ കണ്ടോ ഇവർ ഉണ്ടാക്കണേ. എനിക്കതുപോലെ ഒന്ന് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. മെയിനായിട്ടും എൻ്റെ ക്ഷമ അതും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ നടന്ന് ഒന്ന് ചുറ്റിക്കണ്ടു. മുന്നൊക്കെ ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് വേണ്ടായിരുന്നു. ഈ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ അല്ല, ലൈക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണണമെങ്കിൽ വരെ ടിക്കറ്റ് വേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടിക്കറ്റ് മാൻഡേറ്ററി. ടിക്കറ്റ് എടുത്താലേ അവർ നമ്മളിങ്ങോട്ട് കയറ്റി വിടുള്ളൂ. അത് നോക്കാൻ വേറെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യേണ്ടവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ വക ആക്ടിവിറ്റീസിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്യാൻ. അങ്ങനെ പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് ചുറ്റും സ്നോ ആണെങ്കിൽ പോലും നമുക്ക് തണുവ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ തന്നെ പറ്റിയത്. ഇവിടെ ഇങ്ങനെ കുഞ്ഞി പിള്ളേരൊക്കെ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ പേടിയാവുക. ഞാൻ തന്നെ ഇതിൽ നമ്മുടെ ഷൂസ് ഇട്ട് നടക്കുമ്പോൾ ഞാൻ തന്നെ തെന്നി വീഴാൻ പോവാം. പക്ഷെ ഇവിടെ അടിപൊളി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നും പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിൽ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആവുന്ന ആൾക്കാർ. സ്കേറ്റിംഗ് അല്ല എന്താണെങ്കിലും അത് ഞാനിവിടെ വന്ന് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വീക്കെൻഡ് കിട്ടിയാൽ തന്നെ ഇവർ വീട്ടിലിരിക്കില്ല. എൻ്റെ അമ്മേ, ഞാൻ അപ്പനെ വീണാനെ സീന എനിക്കത് ഞാൻ വീഴും തോന്നുന്നുണ്ട്. വീട്ടിലിരിക്കില്ല, ഇവരിങ്ങനെ ഫുൾ കറക്കം, ക്യാമ്പിങ്, ആ പരിപാടിയാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ സ്നോ മൗണ്ടനിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെ തിരിച്ചുവിട്ടാം. എനിക്കാണെങ്കിൽ തിരിച്ചുവിടാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വെതർ അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് സ്നോയിൽ ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇന്നത്തെ വെതർ ആവണമെന്നില്ല നാളത്തെ വെതർ, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഹോൾ എക്സ്പീരിയൻസ്. എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാലും ഭയങ്കര തണുപ്പാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ വെതർ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്നോയിൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നമ്മുടെ സ്നോ മൗണ്ടെയിൻ ലൊക്കേറ്റ് ചെയ്യണത് വക്കാപ്പാപ്പ വില്ലേജിലാട്ടോ. ഞങ്ങളങ്ങനെ മൗണ്ടെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ടെലിഫോണുണ്ട്, നമുക്ക് വാഷ്റൂം ഉണ്ട്, ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് ഒരു സ്പോട്ട് സെറ്റാക്കി. ഇവിടെ കണ്ടു ഇങ്ങനെ മഞ്ഞ്, അത് മഞ്ഞാണ്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ മഞ്ഞ് കട്ടപിടിച്ച് കിടക്കണത്. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യണതാണ്. ഇത് ശരിക്കും നല്ലൊരു സെറ്റപ്പല്ലേ. നമുക്കിങ്ങനെ റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്പോട്ട്. ഞങ്ങളങ്ങനെ പുറത്ത് തന്നെ, ഉള്ളിൽ ഞങ്ങൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു. അത് മഞ്ഞാണ് പിന്നെ കണ്ടത്. എന്നിട്ട് ഞങ്ങൾ പുറത്ത് ഒരു സ്പോട്ട് സെറ്റാക്കി. നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചൂടാക്കി കഴിച്ചാൽ മതിയായിരുന്നു. പോർട്ടബിൾ സ്റ്റൗവൊക്കെ ആയിട്ടാണ് വന്നേ. നമ്മൾ പൊറോട്ട, ബീഫ് കറി, നെയ്ച്ചോറ്, ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ
ഇവിടെ നമ്മളത് സെറ്റാക്കിയിട്ട് ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ ചൂടാക്കി അവിടെ ഇരുന്ന് കഴിച്ചു. തന്നെ ജാക്കറ്റൊക്കെ അങ്ങനത്തെ ചാനലുണ്ടല്ലോ. ഉണ്ട്. നമ്മുടെ ഒരു വ്ലോഗ് കണ്ടിട്ടില്ല അവരാ പരിപാടി തുടങ്ങിയത്. പിന്നില്ലേ എനിക്കറിയാം അത് അങ്ങനെയൊന്നല്ലാന്ന്. ഞാനിങ്ങനെ ജസ്റ്റ് തള്ളി കൊടുക്കണത്. ഞാൻ തള്ളിത്തരുന്നല്ലേ, എനിക്കറിയത്തില്ലേ മില്യൺ വ്യൂ ഉള്ള ചാനൽ നമ്മളെ. സാറുവിന്റെ ഫുഡ് അടി കഴിഞ്ഞവള് മണ്ണിൽ കളി തുടങ്ങിയിട്ട് ഇവിടുത്തെ പിള്ളേർക്ക് മണ്ണിൽ കളിക്കാനുള്ള ചാൻസ് കിട്ടല് കുറവാണ്. അത് അവള് മാക്സിമം മുതലാക്കുന്നുണ്ട്. ഇവള് സ്ലോയില് കളിച്ചിട്ടും കൂടുതൽ ഇവള് ആസ്വദിച്ച് തിമിർത്ത് കളിക്കണത് മണ്ണിലാട്ടാ. ഗൈസ്, സ്നോ മൗണ്ടൈനിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു തരം വൃത്തികെട്ട തണുപ്പ് ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്തു. ഇവിടെ നമ്മൾ കൈ കഴുകിയ വെള്ളം ഭയങ്കര ഫ്രീസ് ആയിട്ടുള്ള ഒരു വെള്ളമായിരുന്നു. ഇവിടെ പൊതുവേ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്, ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ. പക്ഷെ ഇവിടെ 1 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഫ്രോസൺ വെള്ളമായിരുന്നു. അതിൽ കൈ കഴുകിയത് ഓർമ്മയുള്ളൂ. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് ആ പൊറോട്ട പൊട്ടിച്ച് വായിൽ വെക്കാൻ പറ്റില്ല. കൈയൊക്കെ അങ്ങോട്ട് ഫ്രീസായിപ്പോയി, മരവിച്ചു. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കൈയുടെ അവസ്ഥ കാട്ടിത്തരട്ടെ. ഞാൻ എങ്ങനെയൊക്കെ കുത്തിക്കയറ്റി കഴിച്ചു. പക്ഷെ നല്ല വിശപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയതല്ലേ. കണ്ട വിരലൊക്കെ നന്നായി വീർത്തു, കൈയൊക്കെ നന്നായി ചൂന്നു, ആകെ മരവിച്ചു. നമ്മളൊന്ന് പിച്ചാലോ മാന്തിയാലോ നമുക്കൊന്നും ഫീൽ ചെയ്യണില്ല. ആ ഒരു അവസ്ഥ എൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും അവസ്ഥ തന്നെയായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്പോട്ടിൽ നിന്ന് നേരെ റോട്ടിലേക്ക് ഇറങ്ങിയുള്ള വ്യൂ ഇതാണ് കേട്ടോ. സ്നോ മൗണ്ടെയിൻ കണ്ടു. ഇത് കറക്റ്റ് നടു റോട്ടിൽ പോയി നിന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് 50 സോൺ ഏരിയ ആണ്. വണ്ടികൾ കുറച്ച് സ്പീഡിൽ പോകണം, ഭയങ്കര സ്പീഡിലൊന്നുമല്ല. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ നടു റോട്ടിൽ പോയി നിന്നിട്ട് വണ്ടി മുട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ സൺസെറ്റിൻ്റെ ടൈം ആയിട്ട് കേട്ടോ. എൻ്റെ ഒരു വിഷമം എന്താണെന്ന് അറിയും, ഞാൻ ഈ കാണുന്ന കാഴ്ചകളുടെ ഭംഗിയും ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളോടൊക്കെ എനിക്കൊരു 10% ജസ്റ്റിസ് മാത്രമേ വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതൊക്കെ അത്രയും ഭംഗിയുള്ള കാഴ്ചകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു വിട്ടാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സൺസെറ്റിൻ്റെ ടൈം ആയിട്ട് ഞങ്ങൾ പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണത്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി. ഇങ്ങനെ മൗണ്ടെയിൻ്റെ ടോപ്പിക്ക് ഉണ്ടല്ലോ, ഈ സൺറൈസ് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് പിടിച്ചാൽ എന്തായിരിക്കും ഫീൽ, നല്ലൊരു ഗോൾഡൻ റേസ് കറക്റ്റ് ആ മൗണ്ടെയിൻ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക. പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ, അതുമിലേക്ക് ആ സൺറൈസ് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ അത് നമ്മൾ കാണുമ്പോണ്ടല്ലോ. അയ്യോ, അതും പിന്നെ അവിടുത്തെ ആ ഒരു കാം ആൻഡ് ആ പീസ്ഫുൾ ആ ഒരു അറ്റ്മോസ്ഫിയറും സെറ്റ് സംഭവമായിരുന്നു. പിന്നെ അതേ നമ്മുടെ സ്നോ മൗണ്ടെയിൻ്റെ പാർട്സ് ബാക്കിലും അങ്ങനെ നല്ലോണം ആസ്വദിച്ചൊരു ഹാപ്പി ആൻഡ് ജോയ്ഫുൾ ഒരു ഹാപ്പനിങ് ഡേ ആയിരുന്നു അന്ന്. The stillness, the clouds drift high, thoughts like breezes whisper by, endless waves of a calm blue sky, where dreams take wings and learn to fly. Gentle echoes of time's embrace, each shadow finds its quiet space in the flow of light, a tender trace binds the soul to this serene place. Let it go, let it be, like a river rolling free. In the silence you will see the harmony of you and me. Thank you for watching. See you on the next vlog. Tata, bye bye. പിന്നെ കാണാം.